നമസ്കാരം. അപ്പോൾ ഒരുപാട് നാളായല്ലേ നമ്മളൊരു ലോങ് വീഡിയോയിൽ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അന്നൊരു ലോങ് വീഡിയോയിലേക്ക് അങ്ങ് പോയാലോ എന്ന്. അപ്പോൾ ലോങ് വീഡിയോയുടെ ലൊക്കേഷൻ വന്നിട്ട് വേറെ നല്ല കേട്ടോ, ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് വെള്ളിലപ്പൊങ്ങ് ശ്രീ ഭഗവതി ക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം. അപ്പോൾ ഇവിടെ എന്താണ് കാര്യം എന്നല്ലേ, ഈ പച്ചിലമരുന്നും ഈ കവറുകളും തേങ്ങയും നെയ്യും ഒക്കെ കാണുന്നത്, വട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പരിപാടി എന്നല്ലേ, ഇവിടെ എന്താ പരിപാടി? പച്ചില കണ്ടപ്പോൾ തന്നെ അറിയാലോ, കർക്കിടക മാസമാണ്. എന്തായിരിക്കാം? യെസ്, വേറൊന്നല്ല, മരുന്ന് കഞ്ഞി ഉണ്ടാക്കാൻ പോകാട്ടോ. ഞങ്ങളെല്ലാവരും എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ഈ വർഷത്തെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്ന ദിവസം അതേ ഗൈസ് ഇന്നാണ് ആ ദിവസം. അപ്പോൾ മരുന്ന് കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നതിന് മുന്നേ അതൊരു ഉച്ചയായിട്ടേ തുടങ്ങുള്ളൂ. പക്ഷേ കാലാവസ്ഥ കണ്ടിട്ട് ഇതെന്താവും എന്നൊരു യാതൊരു ഉറപ്പില്ല. മഴ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാലും കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്ത് വെച്ചല്ലേ, ഇനി ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും തുടങ്ങി. കഞ്ഞി ഉണ്ടാക്കുന്നതിന് മുന്നേ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ വേണമല്ലോ. അതായത് ഇടികല്ലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇടികൽ എന്തിനാന്ന് വെച്ചാൽ പച്ചില മരുന്നൊക്കെ ഇടിച്ച് പിഴിയാനായിട്ട്. അപ്പോൾ സോജമാവ് എന്താണ്ട് ഇങ്ങനെ നിൽക്കുന്ന നോക്കി ഓടാൻ കണക്കാക്കി നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നൊക്കെ നീ വീഡിയോയിൽ എടുക്കലടി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇതാണ്ടേ പുള്ളിയുടെ കഷ്ടപ്പാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സന്തോഷമാവട്ടെ, ഞങ്ങളുടെ പ്രവാസി അമ്മാവനാട്ടോ. അപ്പോൾ അങ്ങനെ ആണുങ്ങൾ അവരുടേതായിട്ടുള്ള ജോലികൾ ചെയ്യുന്നു, സ്ത്രീകൾ അവരുടേതായിട്ടുള്ള ജോലികൾ ചെയ്യുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല കോപ്പറേറ്റീവ് മൈൻഡായിട്ട് എല്ലാവർക്കും. എന്ത് വന്നാലും ഞാൻ ഇവിടെ വന്നതിന് കണ്ടൊരു പ്രത്യേകതയാണ്, നല്ല കോപ്പറേഷനാണ്. ബോത്ത് ആണുങ്ങളും അതെ പെണ്ണുങ്ങളും അതെ, രണ്ട് കൂട്ടരും നല്ല കോപ്പറേഷനാണ്. എന്ത് ജോലി എടുക്കാനായാലും ആരും അങ്ങനെ മാറി നിൽക്കുകയൊന്നുമില്ല. എല്ലാവരും വന്ന് നല്ല സഹകരണത്തോടുകൂടി എന്താണെന്ന് വെച്ചാൽ എന്ത് പരിപാടിയെന്ന് വെച്ചാൽ പരിപാടിയെല്ലാം നല്ല അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത് വിജയിപ്പിക്കാൻ ഒരു മൈൻഡുള്ള ആൾക്കാരാട്ടോ. അപ്പോൾ അത് തീർച്ചയായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അങ്ങനെ അപ്പം ഞങ്ങളിതേ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ കഞ്ഞിയുടെ ഒതൻറ്റിക്കായിട്ടുള്ള റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടിച്ച് പിഴിഞ്ഞ നീരുള്ള വെള്ളത്തിൽ ആണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നത്. എല്ലാം ഇട്ട് വേവിച്ച് കഞ്ഞി ഉണ്ടാക്കുന്നതെന്നാണ് ഈ നിൽക്കുന്ന ഷൈബു ചേട്ടൻ. ഇതാണ് നമ്മുടെ ആസ്ഥാന കുക്ക് ഷൈബു ചേട്ടൻ. നിൽക്കുന്ന ഷൈബു ചേട്ടൻ പറഞ്ഞത്. അപ്പം ആ ചേട്ടന് വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഉണ്ടാക്കലും ഇതിൻ്റെ റെസിപ്പീസും കുക്കിങ്ങും ഒക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഇപ്രാവശ്യം ഫോളോ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ല ചെയ്തത് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ റെസിപ്പി അനുസരിച്ചാണ് ഇപ്രാവശ്യം ഫോളോ ചെയ്തത്. അങ്ങനെ അത് അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചു. തീ പിടിക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു. മഴയൊക്കെ പെയ്ത് അങ്ങനെ ആകെ മുറ്റമൊക്കെ ആകെ തണുത്തെടുക്കായിരുന്നു. അപ്പോൾ എരിതീലിലേക്ക് എണ്ണയാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് കൊച്ചമാവും കുറച്ച് എണ്ണയൊക്കെ കോരി ഒഴിച്ചിട്ടോ. അങ്ങനെ അത് തീ ആളിപ്പിടിച്ചു. സീമാൻ്റെ ഇതേണ്ടേ വട്ടക വയ്ക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ വട്ടക കേട്ടോ, പുതിയ വട്ടക ഈ സ്പോൺസർഡ് ബൈ മറ്റാരുമല്ല ഗൈസ്, മിസ്സിസ് സുചിത്ര മനോജ്. അപ്പോൾ യെസ്, സുചിത്രാൻ്റെ സ്പോൺസർ ചെയ്താട്ടോ ഈ വട്ടകയും പിന്നെ ഇതിൻ്റെ അടപ്പും. അപ്പോൾ പുതിയ വട്ടക ആയതുകൊണ്ട് അതൊന്ന് മയക്കണമല്ലോ, അതിൻ്റെ ആ രീതിയിലാണ് തോന്നണു. കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് അതൊന്ന് മയക്കി എടുക്കുന്നുണ്ട് ഷൈബു ചേട്ടൻ. അപ്പോൾ അതിന് ശേഷം പുകയൊക്കെ ഉണ്ടല്ലേ ഈശ്വര. അപ്പോൾ അതിന് ശേഷം എന്താണ്ട് മരുന്ന് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നെയ്യ് ഒഴിച്ചു. അതിന് ശേഷം മരുന്ന് വെള്ളം നമ്മൾ 5 കിലോ അരിക്കുള്ള കഞ്ഞിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള മരുന്ന് വെള്ളമാണ് ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞ്. അപ്പോൾ 3-4 ബക്കറ്റ് വെള്ളം മരുന്ന് വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പ്രാവശ്യം മരുന്നുകളൊക്കെ കൂടെ മരുന്നുകളൊന്നും കളക്ട് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ അമ്പലത്തിൻ്റെ പറമ്പിൽ നിന്നൊക്കെ തന്നെ കളക്ട് ചെയ്തു. അങ്ങനെ ഒരു പ്രാവശ്യം ഈ മരുന്നുകളൊക്കെ നേരത്തെ കണ്ട ഇടുകല്ലിൽ ഇരിച്ച് എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് ഇടുകല്ലൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും വട്ടം കൂടി ഇരുന്ന് മരുന്നൊക്കെ ഇടിച്ച് ചരുവത്തിലിട്ട് അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പിഴിഞ്ഞെടുത്തു. വീണ്ടും സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇത്രയും വെള്ളമാക്കിയെടുത്തത്. പിന്നെ ഇവിടെ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കഴുകാൻ വെച്ചേക്കണം കേട്ടോ. ഇവിടെ ചുവന്നുള്ളി കുനുകുനാന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ജിനിതാൻ്റെ. സുചിത്രാൻ്റെ എന്താ ചെയ്യുന്നത്, മിക്സിയിൽ തേങ്ങ അരക്കല്ല, തേങ്ങാപ്പാലെടുക്കാനായിട്ട് പിഴിയുക കേട്ടോ. വീഡിയോ എടുക്കണുണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് നാണേ. സുധാൻ്റെ പറയണം വെറുതെ നിൽക്കണം എൻ്റെ വീഡിയോ എടുക്കല്ലേന്ന്. അപ്പോൾ അങ്ങനെ അപ്പം തേങ്ങ പിഴിയുന്നുണ്ട് സുധാൻ്റെ. ഇതെന്തിനാന്ന് വെച്ചാൽ കഞ്ഞിയിൽ ചേർക്കാനാട്ടോ. തേങ്ങാപ്പാലിലാണ് മരുന്ന് വെള്ളത്തിൽ വെച്ചിട്ട് ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കുമല്ലോ. അപ്പോൾ അതിനായിട്ട് അതങ്ങനെ കളക്ട് ചെയ്തു. ദെൻ ഇവിടെ മഞ്ജു ആൻറ്റി അരി കഴുകുക കേട്ടോ.
ആ ജോലിയാണ് അതിൻ്റെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അരിയൊക്കെ കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ട്, ഇത് വെള്ളം മാത്രമല്ല ഇതിൽ ഉലുവ ഇട്ടിട്ടുണ്ട്, വേവിച്ച ഉലുവ ഇന്നലെ രാവിലെ കുതിർത്തിയ ഉലുവ വേവിച്ചിട്ട് അത് ഓൾറെഡി ഇട്ട് വെന്തതിന് ശേഷമാണ് നമ്മുടെ അരി ഇടുന്നത് കേട്ടോ. അപ്പോൾ കയ്യിൽ ഇങ്ങനെ കോരിയിട്ടിട്ട് അത് പറ്റാഞ്ഞിട്ട് സീമാൻ്റി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ ഇട്ടാൽ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ പ്ലേറ്റൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് മഞ്ജുവാൻ്റി, ചേച്ചി, സുഗാൻ്റി. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് പ്ലേറ്റൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. പിന്നെ ഇവിടെ എന്താ പരിപാടിയും, യെസ്, കടുകിട്ട് ഓണത്തിന് പൂക്കൾ ഇടണ പോലെ അതേണ്ടേ ജിനിതാൻ്റിയാണെന്ന് തോന്നണം ഇങ്ങനെ അതെ അത് തന്നെ കടുക് ഇടുന്നുണ്ട്. ഈ കടുക് ഇടുന്നത് എന്തിനാണെന്നല്ലേ, ഉപ്പേരി ഉണ്ടാക്കാൻ കേട്ടോ. വെള്ളപ്പയറും പച്ചക്കായയും കൂടി ഏത്തക്കായയും കൂടി ഉള്ള ഉപ്പേരിയാണ് ഈ കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ചമ്മന്തി. അപ്പോൾ ആ ഉപ്പേരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ത്രീകളിലെ ആസ്ഥാന കുക്കായ സുചിത്രാൻ്റി ശ്രമിക്കുന്നത്. അപ്പോൾ സുചിത്രാൻ്റെ ഹെൽപ്പ് ചെയ്യാൻ സുജയ ചേച്ചിയുണ്ട്, ജിനിതാൻ്റെ ഉണ്ട്. അപ്പോൾ ഉണക്കമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ചതച്ച് പിന്നെ വേപ്പിലേക്കിട്ട് അത് മൂപ്പിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചക്കാരായിട്ട് നിൽക്കണമൊക്കെ 2 പേര്. അപ്പോൾ സീമാൻ്റിയാണ് ആസ്ഥാന ഇളക്കലുകാരിയാണ് സീമാൻ്റി. കഴിഞ്ഞല്ലോ ഇങ്ങനെ തന്നെ ഞാൻ ശ്രദ്ധിച്ചാണ്, കഴിഞ്ഞല്ലോ ഇങ്ങനെ തന്നെയാണ്. നല്ല അടി പിടിക്കാതെയൊക്കെ നന്നായിട്ട് ഇളക്കണമല്ലോ, അല്ലെങ്കിൽ അടി പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ചൊവയെ മാറിപ്പോകും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഓരോരോ ജോലികളിൽ ഏർപ്പെട്ട് അങ്ങനെയൊക്കെ സരളക്കുഞ്ഞുമുണ്ട്, എല്ലാവരും ഉണ്ട്, സൂചിയേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. 2 പാലെടുത്തു, 2 പാലും 1 പാലും. അപ്പോൾ അതാണ്ടേ ഇതിങ്ങനെ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതാണ്ടേ ഇവിടെ ഉപ്പേരിക്കുള്ള സംഗതികളൊക്കെ ആവുന്നുണ്ട് കേട്ടോ. വെള്ളപ്പയറും കായും. അപ്പോൾ വെള്ളപ്പയർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിസ്സിസ് സുധാ മോഹൻദാസാണ്. കഴിഞ്ഞ കൊല്ലം ആൻറ്റി തന്നെ ആയിരുന്നു. പിന്നെ വട്ടക നേരത്തെ പറഞ്ഞല്ലോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സുചിത്ര മനോജാണ്. പിന്നെ വിറക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ മഴയത്ത് ഇത്രയും നല്ലൊരു ഉണങ്ങിയ ഒരുപാട് വിറക് സ്പോൺസർ ചെയ്തത് നമ്മുടെ ബിബിയമ്മാവനാട്ടോ, ബിബിൻ ബാലകൃഷ്ണൻ. പിന്നെ ഉണക്കലരി, അതായത് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ അരി ഉണ്ടല്ലോ, ഈ അരി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ വില്ലുമ്മാവിൻ്റെ ഭാര്യ കുമാരി ജനാർദ്ദനെ. അപ്പോൾ അതാണ്ടേ സൂചിയിടം വന്നു, ഞാൻ ഇളക്കാമെന്ന് പറഞ്ഞ് ദേവീനെയൊക്കെ പ്രാർത്ഥിച്ച് പുള്ളിക്കാരൻ നന്നായിട്ട് സഹകരിച്ചു. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടർ പറഞ്ഞു ആശാളി വെള്ളത്തിലിടരുതെന്ന് പറഞ്ഞു, മറ്റൊരു കൂട്ടർ പറഞ്ഞു ആശാളി ഇട്ട് കുതിർത്ത് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കുതിർത്ത് വെച്ചാളെന്ന് പറഞ്ഞാൽ കുതിർത്ത് നേരിട്ട് ഇത് ഇടുമ്പോൾ അതാണ്ട് ഈ ചട്ടുകത്തിലിരിക്കുന്ന കട്ട പോലെ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ ഷൈജേട്ടൻ പറഞ്ഞു അത് നമുക്ക് പാലിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ട് അവിടെ ഇവിടെ കിടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ചേട്ടൻ അറിയാമല്ലോ, അപ്പോൾ ചേട്ടൻ അത് ചെയ്ത് ഭംഗിയാക്കി. അപ്പോൾ ഈ കാണുന്ന ഇവർക്കെല്ലാവർക്കും ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മുടെ വേറൊരു ടീം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെ കട്ടൻ ചായ ഇട്ടു കേട്ടോ. കട്ടൻ ചായയും പിന്നെ ബ്രെഡും മേടിപ്പിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് അവരൊന്ന് റിലാക്സാക്കി. അതിന് ശേഷം ഇതെന്താ ജീരകം, പിന്നെ വട്ടുംകായ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് ഔഷധക്കൂട്ടിലുള്ളതാണ്. അത് പ്രത്യേക സ്പെഷ്യലി ഫോർ ദിസ് കഞ്ഞിയാണ്, അതൊരു ഔഷധമാണ്. അപ്പോൾ അത് രണ്ടും കുതിർത്തി അരച്ചതാണ് ഇത്. അപ്പോൾ അത് മുഴുവൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, കഴിക്കുന്നും പറഞ്ഞ് കുറച്ച് അതിൽ നിന്ന് ഇട്ടു. പിന്നെ ഇതാണ്ട് ബ്രെഡ് മേടിച്ചായിരുന്നു, ബ്രെഡ് മേടിച്ചു ചായക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇവരൊക്കെ ഇച്ചിരി ഏജ്ഡായിട്ടുള്ളവരാണ്, സരള കുഞ്ഞുമ്മ, തങ്കാൻ്റി, ഇവരൊക്കെ കുറച്ച് ഏജ്ഡായിട്ടുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ റെസ്റ്റ് എടുക്കട്ടെന്ന് ചോദിച്ചു, അവരൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ അതൊക്കെ കൊടുത്തു. പിന്നെ ഒരു ടീം പ്ലാവിൻ്റെ ഇലയുടെ സ്പൂൺ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് വൈകുന്നേരം കഞ്ഞി കുടിക്കുന്നതിന് വേണ്ടിയിട്ട്, കോരി കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇലയുടെ സ്പൂൺ. ഇത് കാണുമ്പോൾ നൊസ്റ്റു ഫീൽ ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ലേ ഗൈസ്. അപ്പോൾ ശ്രീബച്ചേച്ചി, ശാന്തമ്മ, സീമച്ചേച്ചിയൊക്കെയാണ് ഈ ഇല സ്പൂൺ ഉണ്ടാക്കിയത്. അപ്പോൾ മിനി ആൻറ്റി വന്നു. അപ്പോൾ മിനി ആൻറ്റി കുറച്ച് ലേറ്റായിട്ടോ, ആൻറ്റിയുടെ കാലിന് വയ്യാത്തതുകൊണ്ട് ഇച്ചിരി ലേറ്റായാണ് വന്നത്. അപ്പോൾ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് ആവുകയാണ് നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് മരുന്ന് കഞ്ഞി. അതായത് ഞാനെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ലാസ്റ്റാണല്ലോ ഒഴിക്കണേ, ആ ഒരു നിഗമനത്തിലാട്ടോ ഞാനങ്ങനെ പറഞ്ഞത്. കൊച്ചമാവൻ തിന്ന് സഹായിക്കുന്നുണ്ട്, എന്തോ അവിടെ നിന്ന് പൈനാപ്പിൾ, സോജമാവൻ പൈനാപ്പിൾ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് പൈനാപ്പിൾ തിന്ന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതാണ്ട് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു. ഇത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാലാണെന്ന് തോന്നുന്നു. അതൊക്കെ ഒഴിച്ച് കഞ്ഞിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതേ പാനൊക്കെ കൊണ്ടുവരുന്നുണ്ട്, എന്തിനാണെന്നല്ലേ. അപ്പോൾ പാൻ കൊണ്ടുവന്നത് വേറെ ഒന്നിനല്ല കേട്ടോ, നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ്, കഞ്ഞിയുടെ ലാസ്റ്റ് സ്റ്റേജാണ്. നെയ്യിൽ ഈ നേരത്തെ ജിരുതാൻ്റെ അരിഞ്ഞ ഉള്ളി ഉണ്ടല്ലോ, ആ അരിഞ്ഞ ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാന്നുള്ളത്.
അപ്പം ഞാൻ എന്നോട് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാൻ കുക്കിങ്ങിൽ കൈ കടത്തി, എനിക്ക് കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുക്കിങ്ങിൽ കൈ കടത്തിയാൽ അത് അത്ര നന്നായി വരില്ല. അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുമായിരുന്നു ഇത്ര നേരം. അപ്പോൾ ഇതൊന്നും വലിയ പണിയില്ലല്ലോ. അതുകൊണ്ട് അന്ന് ഞാൻ ചെയ്യാമെന്ന് വെച്ച് ഷൈബു ചേട്ടൻ പറഞ്ഞു തന്നു എനിക്ക്, എന്നതുപോലെ ഇത്ര വേണം, ഇത്ര നെയ്യ് വേണം എന്നൊക്കെ. അങ്ങനെ അതുപോലെയൊക്കെ ചെയ്തു. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതാണ്ടേ ആ കഞ്ഞിയിലേക്ക്, വെന്ത് ഇരിക്കുന്ന കഞ്ഞിയിലേക്ക് നെയ്യിൽ മൊരിപ്പിച്ചെന്നോ മൂപ്പിച്ചെന്നോ വറുത്തെന്നോ പൊരിച്ചെന്നോ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ആ ചുവന്നുള്ളി മൊരിച്ചത് ഒഴിച്ചു. അങ്ങനെ ഇതൊക്കെ എല്ലാം കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും പിരിഞ്ഞു. വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി വന്നു. ഏതാണ്ട് 7 മണിയായപ്പോൾ വന്ന് കഞ്ഞിയൊക്കെ കുടിച്ചു.